ഇന്ത്യ അമേരിക്കൻ ഇടപാടുകളിൽ നിന്നും പിന്മാറുന്ന സാഹചര്യത്തിൽ റഷ്യയുമായി ഡിഫൻസ് രംഗത്ത് കൂടുതൽ കരാറുകൾ ഒപ്പുവയ്ക്കാനാണ് സാധ്യത. റഷ്യയുടെ S-500 എയർ ഡിഫൻസ് സിസ്റ്റം, 5ാം തലമുറ യുദ്ധവിമാനം Su-57, വറോണേഷ് റഡാർ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ പ്രതിരോധ ശക്തിയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തും. ഇന്ത്യ ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഈ പർച്ചേസിംഗ് പവർ ഉപയോഗിച്ച് ഇന്ത്യ ഡിഫൻസ് വിപണിയിലെ പ്രധാനിയായി മാറി. അതുകൊണ്ടാണ് F-21 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യക്കായി പ്രത്യേകമായി ഡിസൈൻ ചെയ്യാൻ അമേരിക്കൻ കമ്പനികൾ തയ്യാറാവുന്നത്. ട്രംപ് എടുത്ത നടപടികൾ അമേരിക്കൻ വിപണിയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നതിനാൽ അമേരിക്കയിലെ പല വിദഗ്ധരും ട്രംപിനെ തിരുത്തുകയാണ്. ഇന്ത്യയെ പിണക്കരുത്, അതിനൊപ്പം ബ്രിക്സ് പോലുള്ള വേദികൾ ഇന്ത്യ ഉപയോഗിക്കാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. ഇന്ത്യ ആഗോള ഡിഫൻസ് വിപണിയിലും വ്യാപാര വേദികളിലും ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുണ്ട്. അതിനാൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് ആഗോള ബാലൻസിന് തന്നെ ഭീഷണിയാണ്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ ഇന്ത്യയുടെ സാന്നിധ്യം അനിവാര്യമാണ്. ഇത് ട്രംപിനെ പോലുള്ള ലോക നേതാക്കൾ മനസ്സിലാക്കേണ്ട സമയമായിരിക്കും. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.